ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാണാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടുപൊടി എടുത്ത് 3 പാത്രത്തിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലെല്ലാം കുറേശ്ശെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ നീരാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ശംഖുപുഷ്പത്തിൻ്റെ നീരാണ്. ഇത് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഈ വെള്ളപ്പുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. ഇതിനി ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അടുത്തത് ബീറ്റ്റൂട്ടിൻ്റെയാണ്. ഈ കളർ കണ്ട് കുഞ്ഞുങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും. പുട്ട് കഴിക്കാത്തവർക്ക്, ചില കൊച്ചുങ്ങൾക്ക് പുട്ട് അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല, അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊന്നും ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കും. ഇത് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെയാണ് ചേർക്കാൻ പോകുന്നത്. ഇത് 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ട് കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പുട്ടിൻ്റെ പൊടിയെല്ലാം വാരി വെക്കാൻ പോകും. ആദ്യം കുറച്ച് തേങ്ങ ഇടുക. നമ്മുടെ ബീറ്റ്റൂട്ട് പുട്ടിൻ്റെ പൊടി കുറച്ച് വാരി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ. അടുത്തത് നമ്മുടെ വെള്ളപ്പൊടി. ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത കുറ്റി പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഉണ്ണിക്കുട്ടൻ കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ട്, കടല, മുട്ട പുഴുങ്ങിയത്, ഏത്തപ്പഴം പുഴുങ്ങിയത്. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ അത് കഴിച്ചു തുടങ്ങും. പണവും പ്രതാപവും നമുക്കെന്ത്